ചാണ്ടി ഉമ്മൻ എന്ന ഞാൻ പിടിച്ച പുലിവാലൻ. ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ മലയ്ക്ക് പോയ സംഭവത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഏവരോടും പങ്കിട്ടതിനോട് ശക്തമായ പ്രതികരണങ്ങൾ ഏതാണ്ട് പ്രതീക്ഷിച്ചതുപോലെ ലഭിക്കുകയുണ്ടായി. ആ പ്രതികരണങ്ങളിൽ ഒന്നോ രണ്ടോ പ്രതികരണങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ഒരു പ്രതികരണം മാത്രം പരിഗണിച്ച് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാക്കുവാൻ ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ റെൻസി വർഗീസ് എന്ന് പറയുന്ന ഈ സുഹൃത്തിൻ്റെ പ്രതികരണം ആദ്യം ഒന്ന് വായിച്ചിട്ട് അതിനോട് എനിക്ക് പ്രതികരിക്കാനുള്ളത് അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിരിക്കും ഉചിതം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഒരു ഡയഗ്നോസിസ് നടത്തുകയാണ്. എനിക്ക് ഉള്ള രോഗം എന്താണ് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് കൃത്യമായ ബോധമുണ്ട്. അപ്പോൾ അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരംഭിക്കുന്നു. അദ്ദേഹം പറയുന്നത്, വത്സൻ തമ്പു ഹാസ് ലോസ്റ്റ് ഹിസ് മൈൻഡ്. എന്തുകൊണ്ടാണ് എനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് അദ്ദേഹം പറയുന്നത്? അത് കൂടുതൽ വ്യക്തമാക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നെയുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. അദ്ദേഹം തുടരുന്ന ഇപ്രകാരമാണ്: എ ഹിന്ദു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എനി സർവീസ് ഓഫ് അനദർ റിലിജിയൻ without breaking his fundamental religious faith. But when a Christian offers worship to the deity of another religion, he is violating the first commandment of his faith. How someone acknowledges the Niceno-Constantinopolitan Creed. I'm not familiar with this Niceno-Constantinopolitan Creed. I'm familiar with എനിക്ക് രണ്ട് വിശ്വാസ പ്രമാണങ്ങളെ പരിചയമുള്ളൂ. അപ്പോസ്തോല വിശ്വാസ പ്രമാണവും നിഖ്യ വിശ്വാസ പ്രമാണവും. ഇത് ഇദ്ദേഹം കണ്ടുപിടിച്ചതായിരിക്കാം, എനിക്കറിയില്ല. ആൻഡ് ഹൗ സമൺ അക്നോളജസ് ദ Niceno-Constantinopolitan Creed attend the worship of another religion. I am an atheist, but your argument is a fallacy. It is not religious intolerance, it is just apostasy. അതായത് എൻ്റെ ആർഗ്യുമെൻ്റ് എനിക്ക് വിശ്വാസം അമ്പാടെ നശിച്ചുപോയി, ഞാനൊരു അവിശ്വാസിയായി തീർന്നു എന്നത് മാത്രമാണ് തെളിയിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാനോ ആരെങ്കിലുമോ സോഷ്യൽ മീഡിയ സ്പേസിലോ പൊതുരംഗത്ത് എവിടെയോ ഒരഭിപ്രായം പറഞ്ഞാൽ അതിനെ അവരുടേതായ രീതിയിൽ മനസ്സിലാക്കുവാനും വിമർശിക്കുവാനുള്ള അവകാശം വായനക്കാർക്കോ പ്രേക്ഷകർക്കോ ഉണ്ട്. ഞാനതിനെ 100% ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ ഏതർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ ആളുകൾ മനസ്സിലാക്കാവൂ, അതനുസരിച്ച് മാത്രമേ പ്രതികരിക്കാവൂ എന്ന് പറയുവാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ റെൻസി വർഗീസിൻ്റെ ഈ പ്രതികരണത്തെ അല്പം പോലും കുണ്ഠിതമില്ലാതെയാണ് ഞാൻ പരിഗണിക്കുന്നത്. എന്നാൽ ഇതിനോട് പ്രതികരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ പ്രതികരണത്തിൽ കൂടെ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പഷ്ടമാക്കുവാനും അതിൻ്റെ പരിണിതഫലമായി കുറച്ചുകൂടെ വിമർശനം അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അപമാന വർഷം, അപമാനത്തിൻ്റെ മഴ പ്രാപിപ്പാനോ സാധ്യമാകുമെന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഒന്നുകൂടെ പരിഗണിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ 10 കൽപ്പനകളിലെ ആദ്യത്തെ കൽപ്പനയെ അറിയുകയോ മാനിക്കുകയോ ചെയ്യുന്നില്ല. ചാണ്ടി ഉമ്മനും അത് ചെയ്യുന്നില്ല. അത് മുറിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ മലയിലേക്ക് പോയത്.
ഞാൻ ആ 10 കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന വായിക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അപ്പോൾ നാം ഈ ഒരു റഞ്ജി വർഗീസിൻ്റെ ഈ ആരോപണം മുഖവിലേക്കെടുത്താൽ, ചാണ്ടി ഉമ്മൻ 10 കൽപ്പനയുടെ ആദ്യത്തെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ ചെയ്തത് ശരിവെക്കാൻ ഞാൻ ശ്രമിച്ചതോടുകൂടെ ഞാനും അതേ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പക്ഷം. ഇതിനെപ്പറ്റി എനിക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ ചാണ്ടി ഉമ്മനെ ന്യായീകരിക്കാനോ കുറ്റം വിധിക്കുവാനോ ശ്രമിച്ചിട്ടില്ല. ഞാൻ വളരെ വ്യക്തമായി ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്, ചാണ്ടി ഉമ്മനെ ന്യായീകരിക്കുക എൻ്റെ കടമയല്ല, എൻ്റെ തൊഴിലുമല്ല. എന്നാൽ അദ്ദേഹം ചെയ്ത ഈ ഒരു പ്രവൃത്തി കൊണ്ട് അതിനോട് ആളുകൾ പലവിധമായി പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ, ചില സാധ്യതകൾ, ചില ചിന്തകൾ പൊന്തി വരുന്നുണ്ട്. അത് നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കാണുമെങ്കിൽ ഞാൻ പറയുന്നതിൽ സത്യമുണ്ട്, അല്പം സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞത്, മതമേഖലയിൽ എപ്പോഴും കപടഭക്തിയുണ്ട്, ഹിപ്പോക്രസിയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഇരട്ടത്താപ്പ് നയമെന്നാണ് ഉപയോഗിച്ചത്. അത് തന്നെയാണ് റഞ്ജി വർഗീസും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ ഇരട്ടത്താപ്പ് നല്ലതാണ്, ആ ഇരട്ടത്താപ്പ് നിലനിർത്തുന്നതാണ് ക്രിസ്ത്യാനിയുടെ ധർമ്മം. കാരണം അവനെ ബാധിക്കുന്ന 10 കൽപ്പനകളുടെ ആദ്യത്തെ കൽപ്പനയിൽ അന്യദൈവങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അങ്ങോട്ട് പോകരുത്. എന്നാൽ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വന്നാൽ നല്ലതാണ്. കാരണം അവർക്കത് പ്രശ്നമല്ല, അവർക്ക് അനേക ദൈവങ്ങളുണ്ട്. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികളുടെ ആരാധനയിൽ പങ്കെടുത്താൽ അതിൽ അപാകതയൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ആത്മീയമായ ആസ്മ അല്ലെങ്കിൽ അപസ്മാരം ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിക്കുകയില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഞാൻ വളരെ വിനീതമായി ഒരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. നമ്മുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട്? സത്യം പറഞ്ഞാൽ നാം ഈ 10 കൽപ്പനകളൊക്കെ ഓർക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെയെങ്കിലും കൊച്ചാക്കി കാണിക്കാനോ തരം താഴ്ത്തി കാണിക്കാനോ ആരെയെങ്കിലും വിമർശിക്കുവാനോ ആരെങ്കിലും നമ്മേക്കാൾ മോശമാണെന്ന് തെളിയിക്കാനോ മാത്രമാണ്. നമ്മൾ ആരും തന്നെ 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരല്ല. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും മെത്രാനാണെങ്കിലും കിത്രാനാണെങ്കിലും പാതിരിയാണെങ്കിലും കീതിരിയാണെങ്കിലും ഈ 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരല്ല. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുന്ന ഈ കൽപ്പനയുടെ അർത്ഥം പോലും മനസ്സിലാക്കാൻ നാം ശ്രമിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ആ കൽപ്പനയിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അല്പം ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. അതിനു മുൻപോട്ട് വായിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ക്രിസ്ത്യാനികൾക്ക് വിഗ്രഹാരാധന പാടില്ല. ക്രിസ്ത്യാനികൾ വിഗ്രഹം ആരാധിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ പറ. എൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്ത്യാനികൾ വിഗ്രഹ ആരാധകർ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ വളരെ ഹ്രസ്വമായിട്ട് പറയാൻ പോവുകയാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരം നാം എന്ത് വെച്ച് ആരാധിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നാം എന്തിനു കൊടുക്കുന്നു എന്നതാണ് വിഗ്രഹാരാധനയുടെ ഉള്ളടക്കം. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചില്ല എങ്കിലും നാം വിഗ്രഹ ആരാധന നടത്തുന്നവരാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിപ്പാൻ സാധ്യമല്ല. സേവിക്കുക എന്നതിൽ ആരാധന കൂടെ അടങ്ങിയിട്ടുണ്ട്. സേവനം എന്ന് പറഞ്ഞാൽ സർവീസും വേർഷിപ്പും അതിനകത്തുണ്ട് എന്നത് വ്യക്തമാണ്. നാം ദൈവത്തെയാണോ മാമോനെയാണോ ആരാധിക്കുന്നത്? നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിച്ച് നോക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
ഓർത്തഡോക്സ് യാക്കോബ തർക്കം. ആ തർക്കത്തിൽ പൊന്തി നിൽക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ഈ രണ്ട് കൂട്ടരും ദൈവത്തെയാണോ ആരാധിക്കുന്നത്, മാമോനെയാണോ ആരാധിക്കുന്നത്? അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുന്നല്ലോ. നിങ്ങൾ പരിമല ആസ്ഥാനത്ത് ചെന്നാൽ അവിടെ സത്യദൈവത്തെയാണോ അറിയുകയും അന്വേഷിക്കപ്പെടുകയും ചെയ്യുന്നത്, അതോ മാമോനെയാണോ? പരിമലയുടെ പരിശുദ്ധി എന്താണ്? അവിടെ വലിയ വരുമാനം ഉണ്ടാകുന്നു എന്നത് മാത്രമാണ്. നിങ്ങൾ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ മനസ്സിലാകും. പുണ്യവാളന്മാരെ ഉണ്ടാക്കിയത് മുഴുവനും ശതകോടികൾ കൊയ്യുവാനാണ്. മാമോൻ സേവയ്ക്ക് ഇത്രമാത്രം ഉതകുന്ന മറ്റൊരു പദാർത്ഥവുമില്ല, മറ്റൊരു കച്ചവട ചരക്കുമില്ല. ഇതാണ് നേരത്തെ പൊളിച്ചു പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ സത്യം ഇതാണ്. അപ്പോൾ ഇസ്കരിയോത്താവ് യൂദ യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റു. അവൻ എന്താണ് ആ പ്രവൃത്തിയിൽ കൂടെ നടത്തിയത്? വിഗ്രഹാരാധനയല്ലേ? മാമോനെ ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്നതിന് തെളിവല്ലേ? അപ്പോൾ മാമോൻ്റെ ഒരു പ്രതിമയോട് വെച്ചില്ല എന്നതുകൊണ്ട് അവൻ അന്യദൈവങ്ങളെ ആരാധിക്കുന്നില്ല എന്ന് വല്ല തെളിവുമുണ്ടോ? ഇനി ഞാൻ ആരാധനയെപ്പറ്റി ഒരു വാക്ക് പറയാം. അതിനെപ്പറ്റി വളരെയധികം പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഒരു ചെറിയ സൂചന മാത്രം നൽകാം. യൂറോപ്യൻ ബൗദ്ധിക ചരിത്രത്തിൽ, ഇൻ ദ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഓഫ് യൂറോപ്പ്, വളരെയധികം തലയെടുപ്പുള്ളൊരു വ്യക്തിയാണ് ഫ്രാൻസിസ് ബേക്കൺ. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അതിമനോഹരമായ ചിന്തകളുടെ ഉടമയായിരുന്ന, ഒരുപക്ഷെ ആധുനിക ഇംഗ്ലണ്ടിൻ്റെ തലതൊട്ടപ്പനായിരുന്ന, ബൗദ്ധിക തലതൊട്ടപ്പനാണ് എന്നെല്ലാവരും സമ്മതിക്കുന്ന ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹം അഭിപ്രായപ്പെട്ടു, ക്രിസ്ത്യാനികളുടെ ഇടയിൽ 2 തരത്തിലുള്ള ബിംബങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ കോട്ട് ചെയ്യുകയാണ്: ദി ഐഡൽസ് ഓഫ് പ്ലേസ് ആൻഡ് റേസ്. ദി ഐഡൽസ് ഓഫ് പ്ലേസ് ആൻഡ് റേസ്. അത് ബ്രിട്ടീഷ് ക്രിസ്ത്യാനിറ്റിയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അത് മറ്റുള്ളവർക്കും അന്വർത്ഥമാണ്. ഐഡൽസ് ഓഫ് പ്ലേസ് എന്താണ്? ദൈവം ഇന്ന സ്ഥലത്ത് മാത്രമേ വസിക്കുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു ആ ബിംബാരാധനയെ വേണ്ടതുപോലെ വിമർശിച്ചിട്ടുണ്ട് എങ്കിലും അതിനെ ഉപേക്ഷിക്കുവാൻ ആരും തയ്യാറായിട്ടില്ല നാളിതുവരെ. ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും തമ്മിലുള്ള പ്രശ്നം എന്താണ്? അവരുടെ ബിംബം അന്ത്യോക്യയിലാണോ കോട്ടയത്തുള്ള ദേവലോക അരമനയിലാണോ? ഇതാണ് പ്രശ്നം. ഇത് ബിംബാരാധനയാണ് എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവില്ല. അതുകൊണ്ട് മാന്യതയോടെ നടക്കുന്നു. തിരിച്ചറിഞ്ഞാൽ ലജ്ജിച്ച് എവിടെയെങ്കിലും പോയി മുഖം മറയ്ക്കേണ്ടി വരും. ഇത് ബിംബാരാധന തന്നെയാണ്. ദൈവത്തെ ബിംബമായി അധപ്പതിക്കുന്നതിൻ്റെ പേരാണ് നമ്മുടെ ആരാധന എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ജീവനുള്ള ദൈവത്തെ മനുഷ്യനുണ്ടാക്കിയ ഇട്ടാവട്ടത്തിനുള്ളിൽ ഒതുക്കി നിർത്തി അവിടെ ചെന്നാൽ മാത്രമേ ദൈവത്തെ കാണാനോ ആരാധിക്കാനോ സാധ്യമാകുകയുള്ളൂ. ദൈവം ഏറ്റവും കൂടുതലിരിക്കുന്ന മദ്ബഹായ്ക്കകത്താണ് എന്ന് പറയുമ്പോൾ അത് വിഗ്രഹാരാധനയുടെ ഭാഷയും വിഗ്രഹാരാധനയുടെ വിഭാവനയുമാണ് എന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാത്തത്? സുഹൃത്തുക്കളെ, വിഗ്രഹാരാധന ഇല്ലാതെ ഒരു മതവും ഈ ലോകത്തിൽ സാധ്യമല്ല. വിഗ്രഹം എന്നതിനെ നാം എങ്ങനെ സൃഷ്ടിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിൽ വ്യത്യാസമുണ്ടായിരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, പുറപ്പാട് പുസ്തകത്തിൽ തന്നെ മോശ ദൈവകൽപ്പന, ഈ 10 കൽപ്പന പ്രാപിക്കുന്നതിന് വേണ്ടി മലയുടെ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ അതിൻ്റെ അടിവാരത്തിൽ മനുഷ്യൻ വിഗ്രഹത്തെ ഉണ്ടാക്കുകയാണ്. അതുണ്ടാക്കിയതാരാണ്? ദൈവം നിയമിച്ചാക്കിയ അഹരോനാണ്. മോശയ്ക്ക് സഹായിയായി ദൈവം കൽപ്പിച്ചാക്കിയ അഹരോനാണ് ജനങ്ങളുടെ സ്വർണ്ണം അവരിൽ നിന്ന് പിടിച്ചു പറിച്ച് അവർക്കൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ മതം സൃഷ്ടിച്ചാൽ അതിൽ വിഗ്രഹാരാധന 100% ഉണ്ടായിരിക്കും.
വിഗ്രഹാരാധനയില്ലാത്ത ഒരു മതവുമില്ല. ആ വിഗ്രഹാരാധനയുടെ രൂപകൽപ്പനകൾ, അതിൻ്റെ ശബ്ദങ്ങൾ, ഭാഷ്യങ്ങൾ, നിറങ്ങൾ, മണങ്ങൾ, രുചികൾ അത് മാറിയെന്നിരിക്കും, പക്ഷേ വിഗ്രഹാരാധന ഉണ്ടായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യമായി പറഞ്ഞാൽ ആദ്യകൽപ്പന അനുസരിക്കണമെങ്കിൽ മതം എന്ന് പറയുന്ന ഈ വിഗ്രഹ ആരാധനയുടെ കൂട് അതിന് വെളിയിൽ വന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതാണ് യേശുവിൽ നാം കാണുന്നത്. യേശു തൻ്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭകാലത്ത് മതത്തിൻ്റെ ചട്ടക്കൂടിൽ കയറി സത്യദൈവത്തെ സാക്ഷീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഏറെ താമസിയാതെ അത് പരിപൂർണമായി ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഇടമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് വിഗ്രഹാരാധന തന്നെയാണ്. പിന്നെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പരിചയമുള്ള വിഗ്രഹാരാധന, നാം അള്ളിപ്പിടിച്ചിരിക്കുന്ന വിഗ്രഹാരാധന അത് നല്ലതും, മറ്റുള്ള ആളുകൾ നടത്തുന്ന വിഗ്രഹാരാധന അത് തെറ്റുമാണ് എന്നത് മാത്രമാണ് നമ്മുടെ നിലപാട്. വിഗ്രഹാരാധന ഉപേക്ഷിക്കുവാൻ ആരും തയ്യാറാകുകയില്ല. ഇതാണ് എൻ്റെ സത്യം. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, മനഃപൂർവ്വം പറഞ്ഞത്, ചാണ്ടിയുമ്മൻ ഒരു ഉപകാരം ചെയ്യണം. താങ്കൾ ഞായറാഴ്ച തോറും ഓർത്തഡോക്സ് പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്നു, അവിടെ പ്രാപിക്കുന്ന ആത്മീയമായ അനുഭവങ്ങളും ഇങ്ങനെ മലയ്ക്ക് പോയതിൽ കൂടെ പ്രാപിച്ച ആത്മീയ അനുഗ്രഹങ്ങളോടൊന്ന് താരതമ്യപ്പെടുത്തി ഇത് തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും ഏതാണ് തമ്മിൽ ഭേദമെന്നും, തമ്മിൽ ഭേദം തൊമ്മലെന്ന് പറയില്ല, ഇതിൽ തൊമ്മനാരാണ് എന്നൊന്ന് വെളിപ്പെടുത്തണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ വീഡിയോയിലെ ഉള്ളടക്കം അല്ലെങ്കിൽ ആശയങ്ങൾ അതിൻ്റെ പ്രമേയം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടാണോ പ്രതികരിക്കുന്നത് എന്ന് തിട്ടപ്പെടുത്തുവാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊരു കടമയുണ്ട് എന്ന് മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി വളരെ ഹ്രസ്വമായി, ഇത് വളരെ ബൃഹത്തായ വിഷയമാണ്, വളരെ ഹ്രസ്വമായി ഈ കൽപ്പനയുടെ പൊരുൾ എന്താണ് എന്ന് ഞാനൊന്ന് പരിഗണിക്കട്ടെ. കൽപ്പന എന്താണ് പറയുന്നത്? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. വളരെ എളുപ്പമാണ്, സരളമാണ് എന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ അർത്ഥം നാം ധരിച്ചു വച്ചിരുന്നത് പോലെ അല്ല എന്ന് തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഇവിടെ ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, നാം ഏവരും വിശ്വസിക്കുന്നത്, ലോകത്തിൽ എന്തെങ്കിലും ആത്മീയമായ ബോധമുള്ള എല്ലാവരും വിശ്വസിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. There is only one God. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ അനേക ദൈവങ്ങൾ വന്നത്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൂചന എന്താണ്? പ്രിയപ്പെട്ട ജനമേ, മനുഷ്യ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ദയവായി നിങ്ങളുടേതായ ദൈവങ്ങളെ സൃഷ്ടിക്കരുത്. അതാണ് എൻ്റെ അർത്ഥം. ഏകദൈവം മാത്രം സത്യമായിരിക്കെ പിന്നെ എങ്ങനെയാണ് അന്യദൈവങ്ങൾ ഉണ്ടാകുന്നത്? ആ അന്യദൈവങ്ങളുടെ ആവിർഭാവം, ഉറവിടം എന്താണ്? മനുഷ്യൻ്റെ വിഭാവനയാണ്. മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി ദൈവങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ദൈവങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ്? ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു മർമ്മമാണ്. മനുഷ്യന്, പ്രാകൃത മനുഷ്യന് അവൻ സൃഷ്ടിക്കുന്നതിനോട് മാത്രമേ ബന്ധം പുലർത്തുവാൻ സാധ്യമാകുകയുള്ളൂ. കാരണം എന്താണ്? അവൻ സൃഷ്ടിക്കുന്ന ദൈവം അവൻ്റെ ഇഷ്ടമനുസരിച്ച് തുള്ളുന്ന ദൈവമാണ്. അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. എനിക്കിഷ്ടമില്ലാത്തവരെ ശപിക്കണമെന്ന് പറഞ്ഞാൽ ശപിക്കും. എനിക്ക് ലോട്ടറി അടിക്കണമെന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കും. അങ്ങനെയുള്ള ദൈവങ്ങളെ കൊണ്ടാണല്ലോ ഇപ്പോൾ ആളുകൾ നടക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ ആളുകൾ ഉദരപൂർണ്ണത്തിന് വേണ്ടി കുരങ്ങനെയും കൊണ്ട് നൃത്തം ചെയ്യിച്ച് പണം ഭരിച്ച് ജീവിക്കുന്നത് പോലെയാണ് മതമേഖലയിൽ ദൈവത്തെ കുരങ്ങ് കളിപ്പിച്ച് ആളുകൾ ആദായം പറ്റുന്നത്. അങ്ങനെ ജീവിക്കുന്ന, മാന്യമായി ജീവിക്കുന്ന ആളുകളുണ്ട്. രാജകീയ ആഡംബരത്തിൽ ജീവിക്കുന്ന മാന്യന്മാരുണ്ട്. ദേഹത്തിൽ ഒരിക്കൽ പോലും വിയർപ്പിൻ്റെ കണിക വരാതെ പ്രഭുക്കന്മാരെ പോലെ ജീവിക്കുന്ന മനസാക്ഷിയില്ലാത്ത ഇരുകാലികളുണ്ട്. നമുക്കറിയാം.
ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നീ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ഗോഡ് ഈസ് വൺ. അതിന് യാതൊരു സംശയമില്ല. ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ദൈവത്തെ മനുഷ്യൻ അവൻ്റെ ബുദ്ധിയിൽ ഒതുക്കുവാൻ ശ്രമിച്ചാൽ സാധ്യമാകുകയില്ല. അവൻ്റെ താല്പര്യങ്ങൾക്കും ഇംഗിതത്തിനും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പരിമിതികളുടെ ഉള്ളിൽ ദൈവത്തെ ഒതുക്കി നിർത്തി കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മനുഷ്യൻ എപ്പോഴും താല്പര്യപ്പെടുമ്പോൾ ആ സത്യമായ ഏക ദൈവത്തെ ഉൾക്കൊള്ളുവാൻ മനുഷ്യന് കഴിവില്ലാതെ വരുന്നു. അതുകൊണ്ട് അവൻ എന്തു ചെയ്യും? ദൈവമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു മുക്കുപണ്ടം ഉണ്ടാക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇതൊരു വീഡിയോയിൽ മതങ്ങൾ മുക്കുപണ്ടങ്ങളുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞിരുന്നു. ചുമ്മാതെ പറഞ്ഞതല്ല. അനേക കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞതാണത്. അത് പല ആളുകളും വളരെ സന്തോഷത്തോടും അത്ഭുതത്തോടും സ്വീകരിക്കുകയും ഒരു നല്ല വെളിപ്പെടുത്തൽ പ്രാപിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മതത്തിൻ്റെ മേഖലകളിൽ നാം കാണുന്നത് സത്യദൈവത്തെ അല്ല, ദൈവത്തിൻ്റെ മുക്കുപണ്ടങ്ങളെയാണ്. എന്നാൽ മനുഷ്യൻ്റെ പരിമിതി കൊണ്ട് അത് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൽ കൂടെ എന്തെങ്കിലും ദൈവികമായ ഒരു ബോധം, ഗോഡ് കോൺഷ്യസ്നെസ് പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് രണ്ട് വശങ്ങളുണ്ട്. നല്ല വശവുമുണ്ട്, തീയ വശവുമുണ്ട്. നല്ല വശം എന്താണ്? അങ്ങനെയെങ്കിലും ഈ മൃഗതുല്യമായി ജീവിക്കുന്നതിന് അപ്പുറത്തേക്ക് പോയി അഭൗമമായ ഒരു സാധ്യതയെ ദൂരമായെങ്കിലും ഒന്ന് തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് കഴിയുമെങ്കിൽ കഴിയട്ടെ. എന്നാൽ ഇതിനകത്ത് തിന്മ എന്താണ്? തിന്മ ഇതാണ്: തങ്ങളുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ മുക്കുപണ്ടങ്ങൾ മാത്രമാണ് ദൈവം, മറ്റൊന്നും ദൈവത്തെ സൂചിപ്പിക്കുന്നില്ല എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ച് ഒരു ദൈവ മുക്കുപണ്ട വിലമതിക്കുന്ന, ആരാധിക്കുന്ന ആളുകൾ മറ്റാളുകൾ സൃഷ്ടിച്ചിട്ടുള്ള അനേക ദൈവ മുക്കുപണ്ടങ്ങളെ പുച്ഛിക്കുകയും അതിനെ അപലപിക്കുകയും അതിൻ്റെ പുറകെ പോകുന്നവരൊക്കെ പൊട്ടന്മാരാണ്, അവർക്ക് മൂളയില്ല, അവർ അന്ധകാരത്തിലാണ്, അവർ നരകത്തിൽ പോകും എന്നൊക്കെ പറയുന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഞാൻ എൻ്റെ സഹവിശ്വാസികളോട് ചോദിക്കട്ടെ, യേശു ലോകത്തിൽ വന്നത് ദൈവത്തെ, പിതാവായ ദൈവം എന്ന് വെളിപ്പെടുത്താനാണ്. ഏകപിതാവായി സർവ്വലോകത്തിൻ്റെയും സകല സൃഷ്ടിയുടെയും ഏകപിതാവായി സ്വർഗസ്ഥനായ പിതാവായി വെളിപ്പെടുത്താനാണ് യേശു വന്നത്. എന്നാൽ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ വിശാലത ഉൾക്കൊള്ളുവാൻ ക്രിസ്ത്യാനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 2000 വർഷം കൊണ്ട് ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ നാം ആ വെളിപ്പെടുത്തലിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മനുഷ്യജാതിയുടെ ആകമാനമായ അസ്തിത്വത്തിൻ്റെ ഉള്ളടക്കം ഈ ഏകദൈവമാണ് എന്ന് മനസ്സിലാക്കുകയും സർവമാന വിഭാഗീയ ചിന്തകളെയും ഉപേക്ഷിച്ച് മനുഷ്യരാശി ഒന്നാണ് എന്ന ആത്മീകമായ ആ വലിയ സത്യത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. അതിന് പകരം നാം എന്താണ് ചെയ്തത്? വിശ്വാസ സമൂഹത്തെ തന്നെ ഒരു 50,000 കഷ്ണങ്ങളായി കീറി മുറിച്ച് ഓരോ വിശ്വാസ സമൂഹവും ഓരോ സഭയും അതിൻ്റേതായ യേശുവിൻ്റെ മുക്കുപണ്ടമുണ്ടാക്കി. അതുമാത്രമാണ് യേശു, അതുമാത്രമാണ് സത്യാരാധന എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു അന്ധകാരത്തിൻ്റെ ഒരവസ്ഥയിലല്ലേ നാം വിഗ്രഹം ആരാധിക്കുന്നവരാണ്, അല്ലയോ? നാം യേശുവിൻ്റെ പേരെടുക്കുമ്പോൾ നാം യേശുവിനെ അല്ല, യേശു എന്ന് പറഞ്ഞ് നാം ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹത്തെ മാത്രമാണ് വിളിച്ചപേക്ഷിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. ഇതാണ് എൻ്റെ സത്യം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അന്ന് അന്ത്യകാലത്ത് പലരും വന്ന് കർത്താവേ കർത്താവേ നിൻ്റെ പേരിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ ഈ എടുത്തുകൊണ്ട് നടന്നത്, നിങ്ങൾ വിളിച്ചപേക്ഷിച്ചത്, നിങ്ങൾ നിൻ്റെ നാമത്തിൽ 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 യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടേതായ മുക്കുപണ്ടങ്ങളെ പറ്റിയാണ്.
അത് ഞാനുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, ലൗദോക്യ സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ യേശുവിന് അവകാശമില്ല, വെളിയിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? അകത്ത് ഒരു യേശു കൊണ്ട്, മുക്കുവണ്ടം യേശു അകത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാക്ഷാൽ യേശുവിനകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. എല്ലാ സഭകളുടെയും അവസ്ഥ ഇതാണ് എന്നത് അടിസ്ഥാന തത്വമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ, നിങ്ങൾ അംഗത്വം പ്രാപിച്ചിരിക്കുന്ന സഭയിൽ കാര്യമായ ഒരു പ്രശ്നം വരുമ്പോൾ, നിങ്ങൾ വേദപുസ്തക പരിചയമുള്ളവരാണ്. യേശുവിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, ഉപമകൾ, ആപ്തവാക്യങ്ങൾ, ആത്മീയമായ ദർശനങ്ങൾ ഇവയെപ്പറ്റി അവബോധമുള്ളവരാണ്. നിങ്ങൾ പറയുകയാണ്, അച്ഛനോടോ മെത്രാനോടോ പറയുകയാണ്, നമുക്ക് ഈ പ്രശ്നം യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ ഒന്ന് പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ ചൂലുകൊണ്ട് നിങ്ങളെ അടിച്ചു വെളിയിൽ കളയും. ഓർത്തഡോക്സ് യാക്കോബ പ്രശ്നം വന്നപ്പോൾ ഞാൻ വളരെ ശ്രമിച്ചതാണ്. ഞാൻ പലരോടും പറഞ്ഞു നോക്കി, ഇത് യേശുവിൻ്റെ പഠിപ്പീരുകളനുസരിച്ച് ഒരു കോടതി ഒരു വിധി തന്നു, ശരിയാണ്. അത് കോടതിയുടേതായ പ്രവർത്തന രീതി അനുസരിച്ചും കീഴ്വഴക്കങ്ങൾ അനുസരിച്ചും നിലവിലിരിക്കുന്ന നിയമങ്ങളുടെ പരിമിതമായ വെളിച്ചമനുസരിച്ചും മാത്രം പലപ്പോഴും നീതിയുടെ മാർഗം വിട്ടിട്ട് ചെയ്യുന്ന ചില അഭ്യാസങ്ങളും ഇതിൽ ഉൾപ്പെടാറുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഒരു കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആളുകളെ എങ്ങനെയാണ് ഹൈക്കോടതി കുറ്റരഹിതനാക്കി വിടുന്നത്? ഫാദർ ബെനഡിക്റ്റിൻ്റെ കേസ് നമുക്കറിയാമല്ലോ. കീഴ്ക്കോടതി അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടല്ലോ. അപ്പോൾ ഈ കോടതിയിൽ നടക്കുന്ന പ്രക്രിയകൾ അത്രമാത്രം അറ്റകുറ്റം ഇല്ലാത്തതാണെങ്കിൽ ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പീലെന്ന് പറയുന്ന കാര്യം വേണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം വളരെ പരിമിതമായ പ്രക്രിയകളാണ്. ഇപ്പോൾ തന്നെ സുപ്രീം കോടതി എന്താണ് ഇപ്പോൾ പറയുന്നത്? കേരള സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ യാക്കോബക്കാരുടെയും ഓർത്തഡോക്സ് സഭയുടെയും എല്ലാ പള്ളികളുടെയും നിജസ്ഥിതി അറിയിക്കുക. ആരാണ്, എവിടെയാണ്, ഈ രണ്ട് സഭകളിൽ എത്ര ആരാധകരുണ്ട്, ഓരോ പള്ളിയുടെയും കണക്കെന്താണ്, ഇതറിയിക്കുക. അതിൻ്റെ അർത്ഥം സുപ്രീം കോടതി തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, 2017 ചെയ്ത വിധി പ്രസ്താവം യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായിരുന്നില്ല എന്ന വളരെ വ്യക്തമായ സൂചന അവിടെയുണ്ട്. അതും പൊക്കി പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ യേശുവിൻ്റെ ആദർശങ്ങളെ പുല്ലുവിലയ്ക്ക് തള്ളിക്കളയും എന്ന് പറയുമ്പോൾ ഇത് വിഗ്രഹാരാധന അല്ല എന്നാരാണ് പറയുന്നത്? മാമോനെ സേവിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ക്രിസ്തു സമൂഹത്തിലെ എല്ലാ വിള്ളലുകളും, എല്ലാ ദ്വന്ദ്വയുദ്ധങ്ങളും, എല്ലാ കേസ് കെട്ടുകളും, പരസ്പരമായ സ്പർദ്ധയും എല്ലാം മാമോൻ എന്ന് പറയുന്ന വിഗ്രഹത്തെ സേവിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിച്ചാണെന്നതിന് വല്ല സംശയമുണ്ടോ? ഇന്ന് കേരളത്തിലെ സഭകളുടെ ധാർമ്മികമായ തകർച്ചയുടെ കാരണം സത്യദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാണോ മാമോനെ ആരാധിക്കുന്നത് കൊണ്ടാണോ? ഇതിനെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാത്ത ആളുകളാണ് ചാണ്ടിയുമ്പൻ മലയ്ക്ക് പോയി അന്യദൈവത്തെ ആരാധിക്കുന്നുവെന്ന് പറഞ്ഞെടുത്ത് ചാടുന്നത്. നമ്മുടെ എല്ലാ സഭകളിലും അന്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സൗത്ത് കേരള ഡയോസസിൻ്റെ ബിഷപ്പായിരുന്ന ധർമ്മരാജ് രസാലം, അദ്ദേഹത്തിൻ്റെ പേരിൽ 16 ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു. അത് റിട്ടയർ ചെയ്തിട്ട് 1.5 വർഷം കഴിഞ്ഞ് ഇന്നും അത് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം അദ്ദേഹം ആരാധിക്കുന്നത് ആരെയാണ്? ED റെയ്ഡ് വന്നു, പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടാതെ തത്തിപ്പത്ത് നിൽക്കാനുള്ള സാമ്പത്തികമായ ആ പുഷ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം മാന്യനായിട്ട് നടക്കുന്നു. ഇവരൊക്കെ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളിൽ ആരെങ്കിലും ക്രിസ്ത്യാനികൾ നടത്തുന്ന കോളേജുകളിൽ, സ്കൂളുകളിൽ കൈക്കൂലി കൊടുത്ത് എൻ്റെ മകനെയോ മകളെയോ ഞാൻ അഡ്മിറ്റ് ചെയ്യത്തില്ല എന്ന് പറയാം? ഞാൻ അറിയുന്ന എല്ലാ ക്രിസ്ത്യ കോളേജുകളിലും ഭീമമായ തുക കൈക്കൂലിയായിട്ട് വാങ്ങിച്ചാണ് സാറന്മാരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭീമമായ, ഭീകരമായ
അധപ്പതനങ്ങൾ, അതിൻ്റെ ഉറവിടം, സ്രോതസ് എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. സത്യദൈവത്തെ, ഏകനായ സത്യദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗുണമേന്മ നമ്മുടെ സഭാപരമായ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിൽ ഒക്കെയും വലിയ വെളിച്ചമായി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ മണമോ ഗുണമോ ഇല്ലാതെ ആരെയെങ്കിലും ചീത്ത പറയേണ്ടി വരുമ്പോൾ 10 കൽപ്പന എടുത്ത് പിടിക്കുക, അന്യദൈവങ്ങളെ ആരാധിക്കരുത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നിൽ കൂടുതൽ മതമുണ്ടോ അതിൻ്റെ അർത്ഥം എത്രമാത്രമാണ്? എന്തുകൊണ്ടാണ് വിവിധ മതങ്ങളുണ്ടായത്? മനുഷ്യന് ഏകദൈവത്തിൽ വിശ്വസിക്കുവാനോ ഏകദൈവത്തിൽ വസിച്ച് ദൈവഹിതമനുസരിച്ച് ജീവിതത്തിൻ്റെ ആകത്തുക തിട്ടപ്പെടുത്തുവാനോ സാധ്യമല്ല. അവന് സ്വീകാര്യമായത് അവൻ്റെ ഇംഗിതമനുസരിച്ച്, അവൻ്റെ വിഭാവന അനുസരിച്ച് അവൻ തന്നെ ഉണ്ടാക്കുന്ന ദൈവങ്ങളുടെ മുക്കുപണ്ടങ്ങൾ അതും പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കുരിശ്, ഒരു മെത്രാനാണെങ്കിൽ നെഞ്ചത്തൊരു കുരിശിട്ടുകൊണ്ട് നടക്കണം. അത് യേശുവിൻ്റെ കുരിശാണോ കുരിശിൻ്റെ മുക്കുപണ്ടമാണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ആലപ്പുഴ ജോസഫ് അച്ഛൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു മാതാവുണ്ട്, കൃപാസന മാതാവ്. അത് ദൈവമാതാവ്, യേശുവിൻ്റെ മാതാവാണോ അതോ ജോസഫ് അച്ഛൻ്റെ മുക്കുപണ്ട മാതാവാണോ? നിങ്ങൾ ദയവായി പറ. ലൂർദ് പള്ളിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാതാവിനെ, അത് യേശുവിൻ്റെ അമ്മയാണോ? ആ പള്ളിയിൽ പണക്കൊതി കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന മാതാവിൻ്റെ മുക്കുപണ്ടമാണോ? നിങ്ങൾ പറയൂ. ധൈര്യമുണ്ടെങ്കിൽ ഉത്തരം പറയൂ. ഇതൊന്നും ചിന്തിക്കാതെ ആരോണ്ടോ ഏതാണ്ടോ പറഞ്ഞു അത് പുറകെ എടുത്ത് ചാടുക. ഇത് നാണക്കേടാണ്. ഇത് മനുഷ്യൻ്റെ അന്തസ്സിനെ ഭംഗം വരുത്തുന്നതാണ്. സത്യസന്ധമായി ധൈര്യത്തോടുകൂടെ ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും പഠിക്കണം. ഇത് സംബന്ധമായി അനേക കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അത് കാലക്രമേണ ആയിക്കൊള്ളട്ടെ. സമയം ഇപ്പോൾ തന്നെ 32 മിനിറ്റ് ആയതുകൊണ്ട് ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ ഉപസംഹരിക്കുന്നു. പ്രതികരിച്ച ഏവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളും.